ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരക്. ഞാൻ നിങ്ങളുടെ സ്വന്തം അനു മിസ്സാണ്. ഓക്കെ, എൻ്റെ മക്കളെ എല്ലാവരും ഇപ്പൊ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ആണല്ലോ മെഷർ മാത്ത് അല്ലെ. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യമായിട്ട് ഡെസിമൽ നമ്പറിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്കെയിലൊക്കെ വെച്ചിട്ടായിരിക്കും ആദ്യം പഠിച്ചിട്ടുണ്ടാവുക അല്ലെ. സ്കെയിലിൽ നമ്മൾ സെന്റിമീറ്റർ കണക്കൊക്കെ അറിയാം. അതിന്റെ ഉള്ളിൽ കുഞ്ഞു കുഞ്ഞു വരകൾ ഉണ്ടായിരുന്നു അല്ലെ. ആ വരകളെ നിങ്ങൾ എന്ത് ചെയ്തു, ചേർത്തിട്ട് ഡെസിമൽ നമ്പർ ആക്കിയിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അപ്പൊ 1.5, 2.3 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഡെസിമൽ നമ്പർ ആക്കി വിളിച്ചു. ഈ കുഞ്ഞു കുഞ്ഞു വരകൾക്ക് ഒരു പേരുണ്ടായിരുന്നല്ലോ, എന്താ? യെസ്, അതിന് നമ്മൾ മില്ലിമീറ്റർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. എത്ര മില്ലിമീറ്റർ ചേർന്നപ്പോഴാണ് അതിന്റെ കുട്ടികൾക്ക് ഒരു സെന്റിമീറ്റർ കിട്ടിയത്? പഠിച്ച കാര്യമാണ്. യെസ്, 10 മില്ലിമീറ്റർ അല്ലേ എടാ. 10 മില്ലിമീറ്റർ ചേർന്നാൽ 1 സെന്റിമീറ്റർ ആയി. അതുപോലെ എന്ത് വേണം, തിരിച്ചു പറയുകയാണെങ്കിലോ യെസ്, 1/10 സെന്റിമീറ്റർ ചേർന്നാൽ 1 മില്ലിമീറ്റർ ആയി. തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റണം കേട്ടോ. പിന്നെ നമ്മൾ സെന്റിമീറ്ററിനേക്കാൾ വലിയ അളവാണ് മീറ്റർ അല്ലേ. മീറ്ററൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 100 മീറ്റർ ഓട്ട മത്സരം ഈ ഒരു ഡിസ്റ്റൻസിന്റെ അളവാണത്, ദൂരത്തിന്റെ അളവാണ്. അതിനേക്കാൾ വലിയ അളവാണ് കിലോമീറ്റർ ഒക്കെ. ഇപ്പൊ എന്റെ ചോദ്യത്തിലാണ്, എത്ര സെന്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആകും? നിങ്ങൾക്കറിയാം, 4ലൊക്കെ പഠിച്ചതാണ്. 100 സെന്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആകും. തിരിച്ചു പറയുകയാണെങ്കിൽ 1/100 മീറ്റർ ചേർന്നാലാണ് 1 സെന്റിമീറ്റർ ആവുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഇത്തരത്തിലുള്ള അളവിനെ ഡെസിമൽ നമ്പർ ആക്കിയിട്ടും മാറ്റി എഴുതാം, അതുപോലെ തന്നെ ഫ്രാക്ഷൻ ആക്കിയിട്ടും എഴുതാൻ പറ്റും. എങ്ങനെയായിരുന്നു അത്? അതിനൊരു കുഞ്ഞ് എക്സാമ്പിൾ മിസ് കാണിച്ചു തരാം. ഇവിടെ കുറച്ച് അളവുകൾ അല്ലെ. ഏതൊക്കെ അളവാടാ? 6 സെന്റിമീറ്റർ ആൻഡ് 5 മില്ലിമീറ്റർ. ഇതിനെ മൊത്തത്തില് ഞാൻ സെന്റിമീറ്റർ ആക്കി മാറ്റി എഴുതി. നോക്കിക്കേ എങ്ങനെയാ മാറ്റിയത്? യെസ്, ഇവിടെയുള്ള 5 മില്ലിമീറ്റർ മാറി എങ്ങനെ എഴുതി? 5/10 സെന്റിമീറ്റർ എന്നാക്കി. കാരണം എന്താ? യെസ്, 10 മില്ലിമീറ്റർ ചേർന്നാലാണ് 1 സെന്റിമീറ്റർ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിനെ സെന്റിമീറ്റർ ആക്കാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു ഇല്ലേ. അപ്പൊ നോക്കിക്കേ, 6 സെന്റിമീറ്റർ 5 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 6/10 എന്താക്കാം? സെന്റിമീറ്റർ. അതുപോലെ 8 സെന്റിമീറ്റർ 9 മില്ലിമീറ്റർ. ഇതിനെങ്കിൽ എങ്ങനെ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാം? 8 9/10 സെന്റിമീറ്റർ എന്ന് എഴുതാം. കണ്ടോ, 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ ആവുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തത് കേട്ടോ. ഇതിനെങ്ങനെ ഡെസിമൽ ഫോം ആക്കിയിട്ട് മാറ്റി എഴുതുക? ദശാംശ സംഖ്യ ആക്കുക. നോക്കിക്കേ, 6 5/10. 6ഉം 5/10. ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് മാറ്റുമ്പോൾ എടാ 5നെ 10 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതെ, തൊട്ടു മുൻപില് ഒരു പോയിന്റ് കൊടുത്താൽ മതി. 6.5 എന്ന് കൊടുക്കാം. അപ്പൊ 8 9/10 നമുക്ക് എങ്ങനെ എഴുതാം? യെസ്, 8.9 എന്ന് എഴുതാം. കണ്ടോ, 8.9 സെന്റിമീറ്റർ. ഇനി നോക്കിക്കേ, 10 മീറ്റർ ആൻഡ് 35 സെന്റിമീറ്റർ. മാറി കേട്ടോ, യൂണിറ്റ് മാറി. ഇവിടെ മീറ്റർ ആയി, ഇത് സെന്റിമീറ്ററും. അപ്പൊ നിങ്ങൾ എന്താ പഠിച്ചേ? എത്ര സെന്റിമീറ്റർ ചേർന്നാൽ 1 മീറ്റർ ആകും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. എത്രയാ? 100 എണ്ണം. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? ഫ്രാക്ഷന്റെ ഫോമിലേക്ക് മാറ്റിയിട്ട് 10 35/100 മീറ്റർ എന്ന് പറയാം. 35/100. എന്തുകൊണ്ടാണ് ഞാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തത്? 100 സെന്റിമീറ്റർ ചേർന്നാലാണ് 1 മീറ്റർ ആവുന്നത്. ഇതിനെ ഒന്ന് ഡെസിമൽ ഫോമിലേക്ക് മാറ്റിക്കുക, ദശാംശ സംഖ്യ ആക്കിയിട്ട് മാറ്റി എഴുതാൽ എങ്ങനെ വരും? 10.35 എന്ന് മാറ്റി എഴുതാം. അപ്പൊ ഇത് വളരെ സിമ്പിളാ. എൻ്റെ നേരെ ബാക്കിലായതുകൊണ്ട് കാണുന്നില്ലേ? ഓക്കെ അല്ലേ? കണ്ടോ, ഇത്രയും സിമ്പിൾ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫ്രാക്ഷനും അതിൻ്റെ ഡെസിമൽ നമ്പറും എഴുതാം. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ മക്കൾക്ക് ഭയങ്കര ടഫായിട്ടൊന്നും തോന്നേണ്ട ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിളാ. അപ്പൊ ഇതുപോലത്തെ ഒരു ടാബിൾ മിസ് തരുന്നുണ്ട്. എൻ്റെ മക്കൾ അതൊന്ന് ചെയ്യാൻ നോക്കിക്കേ. എനിക്കിവിടെ അളവുകളെ നേരെ ഫ്രാക്ഷൻ ആയിട്ടും അതുപോലെ ഡെസിമൽ നമ്പർ ആയിട്ടും എഴുതണം. ആദ്യത്തേത് നോക്കിക്കേ നിങ്ങൾ, 4 സെന്റിമീറ്ററും 3 മില്ലിമീറ്ററും. ഞാൻ എങ്ങനെ എഴുതും? എനിക്ക് ഇവിടത്തെ 3 മില്ലിമീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? യെസ്, 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. അപ്പൊ ഞാനിതിനെ മാറ്റി 4 3/10 എന്ന് എഴുതി. ഡെസിമൽ നമ്പർ ആക്കിയാൽ എങ്ങനെ എഴുതാം? 4.3 എന്ന് എഴുതാം. കണ്ടോ, 4.3. ഇനി എങ്ങനെ എഴുതാം? അടുത്ത നോക്കിക്കേ നിങ്ങൾ, 5 മില്ലിമീറ്റർ. 5 മില്ലിമീറ്ററിന് സെന്റിമീറ്റർ ആക്കണം. ഇവിടെ എത്ര മില്ലിമീറ്ററാ? 10 മില്ലിമീറ്റർ ചേർന്നാലേ 1 സെന്റിമീറ്റർ അല്ലേ. അപ്പൊ എനിക്ക് ഇതിനെ മാറ്റി 5/10 എന്ന് എഴുതാം. 5/10 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാ അത് ഡെസിമൽ നമ്പർ ആക്കുക? 0.5.
വെറും 0.5 എന്ന് പറഞ്ഞാൽ 0.5 എന്ന് പറഞ്ഞാലും ശരിയാണ് കേട്ടോ. അപ്പൊ ദശാംശ സംഖ്യയിൽ അതൊരു സംശയമാവണ്ട. 0.5 എന്ന് പറഞ്ഞാലും 0.5 എന്ന് പറഞ്ഞാലും ഒരേ വാല്യൂ തന്നെയാ. അടുത്ത അളവ് നോക്കിക്കേ എൻ്റെ കുട്ടികള്, 10 മീറ്റർ ആൻഡ് 25 സെന്റിമീറ്റർ. മീറ്റർ ആണ് അവിടെ അളവ് പറഞ്ഞ മീറ്റർ. എത്ര സെന്റിമീറ്റർ ചേർന്നാൽ ഒരു മീറ്റർ ആവുന്നേ? 100 അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 10 മീറ്റർ അതേപോലെ തന്നെ എഴുതി, 25 സെന്റിമീറ്റർ മാറ്റിയിട്ട് ഞാൻ എങ്ങനെയാ മീറ്റർ ആക്കുക? 25/100 എന്ന് എഴുതിയാൽ മതി. കണ്ടോ, ഫ്രാക്ഷന്റെ രീതിയിലേക്ക് ഞാൻ മാറ്റി എഴുതി. ഇനി നേരെ ഓപ്പോസിറ്റ് അതിനെ ദശാംശ രൂപത്തിലേക്ക് എങ്ങനെ മാറ്റി എഴുതാമടാ? ആ ഡെസിമൽ നമ്പർ ആക്കിയിട്ട് 10.25 എന്നുള്ള രീതിയിൽ മാറ്റി എഴുതാം. ഇനി നോക്കിക്കേ, താഴോട്ടേക്കുള്ള അളവുകള് നിങ്ങൾ ഇപ്പൊ പഠിച്ച സെന്റിമീറ്റർ ഒന്നും അല്ല അല്ലെ, കിലോഗ്രാമും ലിറ്ററും ഒക്കെയാ. അപ്പൊ നിങ്ങൾ ഇത് 4ാം ക്ലാസ് പഠിച്ചൊരു കാര്യമാണ്. കിലോഗ്രാം, ഗ്രാം, ലിറ്റർ, മില്ലി ലിറ്റർ ഒക്കെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എത്ര ഗ്രാം ചേർന്നാലാണ് 1 കിലോഗ്രാം ആവുന്നതെന്നൊക്കെ? യെസ്, 100 ഗ്രാം ചേർന്നാല് 100 അല്ല, 1000 ഗ്രാം അല്ലെ? 1000 ഗ്രാം ചേർന്നാൽ 1 കിലോഗ്രാം ആകും. അതുപോലെ 1000 മില്ലി ലിറ്റർ ചേർന്നാൽ 1 ലിറ്റർ ആകും. ഇതൊക്കെ നമ്മൾ പഠിച്ച അളവുകളാണ് അല്ലേ? അപ്പൊ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 2 കിലോഗ്രാം 125 ഗ്രാം. ഇതിന് എനിക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇത് കിലോഗ്രാം ആണ് കേട്ടോ, കിലോഗ്രാം. ഇതിന് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കിക്കേ, 2 കിലോഗ്രാം അതുപോലെ തന്നെ എഴുതി 2. 125 ഗ്രാമിന് എങ്ങനെ കിലോഗ്രാം ആക്കി മാറ്റി എഴുതുക? യെസ്, 125നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. ഇതിനെങ്ങനെയാ ഡെസിമൽ നമ്പറിലേക്ക് മാറ്റി എഴുതുക? 2.125 എന്ന് എഴുതിയാൽ മതി. ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതുപോലെ തന്നെ താഴെയുള്ള ഓരോന്നും അല്ലേ, 2 എണ്ണം കൂടിയുള്ളൂ. അതെന്താണ്? ലിറ്ററും മില്ലി ലിറ്ററുമാ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 1000 മില്ലി ലിറ്റർ ചേർന്നാൽ 1 ലിറ്റർ ആകുമെങ്കിൽ ഇപ്പൊ എഴുതി അതേപോലെ തന്നെ താഴെയുള്ള അളവ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയുക. അപ്പൊ ഇതൊന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു രീതി ആയതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ മക്കൾക്ക് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ മെഷർ മാത്തിൽ ഇതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ, സീ യു.